ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കൊരു പക്ഷേ ശുദ്ധീകരണ സ്ഥലം എന്താണ് എന്ന് പോലും അറിയത്തില്ലായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിത് കേട്ടിട്ടുണ്ട് പണ്ട് മുതലേ. ശുദ്ധീകരണ സ്ഥലം എന്തോ ശുദ്ധീകരിക്കുന്ന ഒന്നാണ്, അത്ര മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം? അപ്പോൾ നമുക്കറിയാം, ദൈവം എന്ന് വെച്ചാൽ പരമപരിശുദ്ധനാണ്. അപ്പോൾ ആ പരമപരിശുദ്ധനായ ദൈവം ചെല്ലുമ്പോഴത്തേനും നമ്മളിൽ പാപത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ മനുഷ്യരായിട്ട് ഇങ്ങനെ ഭൂമി ജനിക്കുമ്പോഴത്തേന് നമുക്ക് ഉത്ഭവഭാവമുണ്ട്. പിന്നെ നമ്മുടെ പ്രവർത്തികൾ മൂലം നമ്മൾ ചെയ്യുന്ന കുറേ പാപങ്ങളുണ്ട്. അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ പാപത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം വരികയും നമ്മൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സെക്കൻഡ് ചാൻസാണ് സത്യം പറഞ്ഞ ഈ ശുദ്ധീകരണ സ്ഥലം. നമ്മൾ അവിടെ പോയി ചിലപ്പോൾ കുറേ വർഷങ്ങളൊക്കെ കടക്കേണ്ടി വരും. അവിടെ കിടന്ന് ഇങ്ങനെ അനുഭവിക്കുക. എന്താ സംഭവം എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവിടുത്തെ ആത്മാവിന് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം ആത്മാവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. രണ്ടാമത്തെ കാര്യം, ജീവിച്ചിരുന്നപ്പോൾ സഹജീവികളെ സ്നേഹിച്ചില്ല. അതായത് ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഈശോ പറഞ്ഞിട്ടുള്ള എപ്പോഴും പറയുന്നൊരു കാര്യം അതാണ്, പരസ്പരം സ്നേഹിക്കുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെക്കൊണ്ട് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ വെറുക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെറുക്കാതിരിക്കുക. പക്ഷേ സ്നേഹിക്കുന്നതിലാണ് കേട്ടോ അതിലെ മഹത്വം ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളുടെ ഏറ്റവും വലിയ വേദന. ദൈവത്തെ കാണാതിരിക്കുന്നതും പിന്നെ ജീവിച്ചപ്പോൾ സഹജീവികളെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ അല്ലെങ്കിൽ കൂട്ടുകാരെ, മനുഷ്യരെ, മറ്റുള്ളവരെ ഒന്നും സ്നേഹിച്ചില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കത്തോലിക്കരോ അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും. എന്താണേലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും സ്വർഗവും ഉണ്ട്, നരകവും ഉണ്ട്, ദൈവവും ഉണ്ട്, ചെകുത്താനും ഉണ്ട്. അപ്പോൾ ഞാനൊരു റോമൻ കത്തോലിക്കനാണ്. എൻ്റെ വിശ്വാസപ്രകാരം ശുദ്ധീകരണ സ്ഥലമുണ്ട്, ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നമ്മൾ ചെല്ലണമെങ്കിൽ നമ്മളിൽ ഒരു അശുദ്ധി പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലെ അശുദ്ധിനെയൊക്കെ നീക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ശുദ്ധീകരണ സ്ഥലം. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ചൊല്ലിക്കുന്നതൊക്കെ അവരെ സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാവുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി ഒരു നല്ല വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രഥമ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെയാണോ കൂട്ടുപിടിക്കുന്നത് അതോ ഈ ലോകത്തിൻ്റെ അരൂപികളെയാണോ നമ്മൾ കൂട്ടുപിടിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ലൗകികമായിട്ടുള്ള എല്ലാത്തിനും വേണ്ടിയിട്ട് പുറകെ നടക്കുന്നുണ്ട്. നമുക്ക് സ്വത്ത് വേണം, അല്ലെങ്കിൽ നല്ല ജോലി വേണം, നല്ല വീട് വേണം, നല്ല കാറ് വേണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ, അതിലൊരു തെറ്റുമില്ല. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് ദൈവം നല്ലൊരു ജീവിതം നൽകുമെന്നാണ് എൻ്റെയും വിശ്വാസം. പക്ഷേ നമ്മൾ അതിനേക്കാൾ ഉപരി ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊന്ന്, നമ്മൾ ലോകത്തിലുള്ള സകല പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നും, പിന്നെ രണ്ടാമത്തേത് ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതും ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് രണ്ടുമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു അറിവ് കാണത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു ദൈവവിശ്വാസി അല്ലായിരിക്കാം. അപ്പോൾ നിങ്ങളോടിത് പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അത് കേൾക്കുക, അനുസരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ദൈവം നമുക്കെല്ലാവർക്കും ഒരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ജീവനും തിരഞ്ഞെടുക്കാം, മരണവും തിരഞ്ഞെടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുപോലെയാണിത്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേന് ഞാൻ ഒരുപാട് നല്ല സുവിശേഷകരുടെ അല്ലെങ്കിൽ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി നല്ല ബ്രദർമാരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്കരായവരുടെ. കാരണം ഞാൻ ഒരു റോമൻ കത്തോലിക്കനായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. അത് ഈ അടുത്ത നാളിലായിട്ട് ഇങ്ങനെ കൂടുതലായിട്ടും കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പനും അമ്മയും മരിച്ച ഈ അടുത്തിടയ്ക്ക് എൻ്റെ അപ്പനും അമ്മയും മരിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ വല്ലാണ്ടൊരു ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അത് അകന്നിരിക്കുന്ന ഒരു സമയമല്ല, നഷ്ടപ്പെട്ടൊരു കുഞ്ഞാടിൻ്റെ അവസ്ഥയാണ്.
അപ്പോൾ ദൈവം എന്നെ തേടി വന്നു, ദൈവം എന്നെ കണ്ടെത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. നമ്മൾ ദൈവമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിബന്ധമുണ്ട്. ഞാനും എൻ്റെ ദൈവവും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഈശോയും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം ആ ഒരു ആനന്ദം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും. അത് നിങ്ങളിലേക്ക് എത്തണം, നിങ്ങൾക്കും അതൊരു അനുഭവവേദ്യമാക്കി തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ഒരാളെയും അവരുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്നൊരു മാറ്റം, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ദൈവം മാറ്റിയെടുത്തത്, അവരുടെ ചിന്താഗതിനെ എങ്ങനെയാണ് ദൈവം മാറ്റിയെടുത്തത്, അത് ഈ ലോകത്തോട് ഷെയർ ചെയ്താൽ അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ ആഗ്രഹിച്ച രീതിയിലൊന്നുമല്ല ഞാൻ വളർന്നു വന്നത്. ഞാൻ ആഗ്രഹിച്ച ജോലിയല്ല ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തെ അറിയിക്കുന്നു, ദൈവം എല്ലാം സാധിച്ചു തരുന്നു അല്ലേ. ATM കാർഡിൽ കൊണ്ടുപോയി കാർഡ് ഇടുന്നു, പിന്നെ അടിക്കുന്നു, പൈസ വലിക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, എല്ലാം ഓക്കെ. പക്ഷേ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനായിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ പറ്റാം, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ ആ ഒരു കാര്യം ദൈവത്തിൽ ശരണം വെച്ച് അല്ലെങ്കിൽ ദൈവത്തെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ദൈവം അതിൽ കുറച്ച് മാജിക്ക് കാണിക്കും. ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കരുതുമോ ഇതെൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അല്ല, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവം നിങ്ങളെ സഹായിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ ലെവലിൽ എത്തി നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ അടുത്ത ഇടയ്ക്ക് എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ കുറേ കാലത്തേക്ക് എനിക്ക് ദൈവത്തോടൊരു വെറുപ്പ് എന്ന് പറയാൻ പറ്റുമല്ലോ, എങ്കിൽ പോലും ഈ എന്നാ പരിപാടിയാണ് കാണിച്ചേ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നായിരുന്നു. ഇന്നലെ മുതലാണ് ഞാൻ കൂടുതലായിട്ടും ബൈബിള് വായിക്കുകയും ഇങ്ങനത്തെ കുറേ ടോക്സൊക്കെ കേൾക്കുകയും ചെയ്തത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുള്ള അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ആരോടും പറഞ്ഞിട്ട് കാണത്തില്ല. അത് നിങ്ങൾ എല്ലാവരോടും തന്നെ പറയണം. കാരണം നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും ദൈവത്തെ പ്രഘോഷിക്കുക, ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമുക്കറിയാം ദൈവം 10 പേരെ അല്ലെങ്കിൽ ഈശോ 10 പേരെ സുഖപ്പെടുത്തിയപ്പോൾ ഒരാൾ മാത്രം തിരികെ വന്ന് നന്ദി പറഞ്ഞത്. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, 10 പേരെ സുഖപ്പെടുത്തിയിട്ട് ഒരാൾ മാത്രമാണോ തിരികെ നന്ദി പറയാൻ വേണ്ടി വന്നതെന്ന്. അപ്പോൾ ആ ഒരാളാവാൻ നമ്മൾ പരിശ്രമിക്കണം. ബാക്കിയുള്ള 9 പേരെ ദൈവത്തെ തള്ളി പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോഴത്തേനും അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. നമുക്ക് പല കാര്യങ്ങളിലൊരു എന്താ പറയുക, ഒരു തിരിച്ചറിവുണ്ടാകും. ഇന്ന് പലർക്കും ഇല്ലാത്ത ആ ഒരു തിരിച്ചറിവാണ്. എന്താണെങ്കിലും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഈശോ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. 365 തവണയാണ് ബൈബിളിൽ ആ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന്. അതെ, ഈശോ നമ്മളോട് എല്ലാവരുടെയും കൂടെയുണ്ട്. ഒന്നിനെക്കുറിച്ച് ഓർത്തും ഭയപ്പെടേണ്ട. താങ്ക് യു. ആമേൻ.